പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വല്ലാത്ത ചിരിക്കുകയും ചെയ്തതോടുകൂടി എന്താ ഷേക്സ്പിയറുടെ ഭാഷ പോലെ ദ മോസ്റ്റ് അൺട്രൂവലസ്റ്റ് കട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഒരു കാരണവശാലും ജി സുധാകരനെ പോലൊരു നേതാവ് അർഹിക്കുന്നില്ല. നിങ്ങൾ ഒരാളെ അധികാര സ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും അയാളെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അത് ഈ പല കാലത്ത് ഈ പാർട്ടി പല ആളുകളോട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരം പാർട്ടികൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വമുള്ള പാർട്ടികളായാലും അല്ലാത്ത പാർട്ടികളായാലും ഔട്ടായ പിന്നെ ഇല്ല. ഇപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു KPCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. തെന്നല ബാലകൃഷ്ണപിള്ളയെ മാറ്റി മുരളീധരൻ വരുമ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള വായുവിലേക്ക് അപ്രത്യക്ഷമായി പോവുകയാണ്. ഒരു മനുഷ്യനായാലും ചോദിക്കുന്നത്, ഒരാളും അയാളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതുപോലെയാണ് സീതാറാം കേസരി AICCയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് സോണിയാഗാന്ധിയെ കൊണ്ടുവരുമ്പോൾ സീതാറാം കേസരി പിന്നെ പറഞ്ഞാൽ എന്നെ ഒരു മുറിക്കകത്ത് ഒരു പൂട്ടിയിട്ടു ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാമെന്നാണ്. ഇങ്ങനെയാണ് നേതൃത്വം മാറുമ്പോൾ ആ മാറിയ നേതൃത്വത്തോട് കാണിക്കുന്ന ഒരു രീതി. ഇതാണ് സുധാകരനെ വല്ലാതെ ഹേർട്ട് ചെയ്തത്. ഉറപ്പായിട്ടും ഇത്തവണ സുധാകരന് മന്ത്രിസ്ഥാനം അല്ലെ ഇലക്ഷന് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രിയാണെന്ന് ഈ സർക്കാർ വീണ്ടും വരണം ഇതെല്ലാം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് മന്ത്രിസ്ഥാനം ഇല്ലെന്ന് പറയുകയും MLA ആയി മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുകയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വല്ലാത്ത ചിരിക്കുകയും ചെയ്തതോടുകൂടി എന്താ ഷേക്സ്പിയറുടെ ഭാഷ പോലെ ദ മോസ്റ്റ് അൺട്രൂവലസ്റ്റ് കട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഒരു കാരണവശാലും ജി സുധാകരനെ പോലൊരു നേതാവ് അർഹിക്കുന്നില്ല. സുധാകരൻ ഇപ്പോൾ ഈ കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കളുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയാണ്. ഒരു മനുഷ്യനോട്, പ്രത്യേകിച്ച് ജി സുധാകരനെ പോലൊരു നേതാവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് വിഷയം. ഇപ്പോൾ VSനെ ഒതുക്കുമ്പോഴും അന്ന് ഭയങ്കര രസകരമായ സംഭവം ഉണ്ടായിരുന്നു. VS ഏതോ ഒരു കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. ഇപ്പോൾ CPMൻ്റെ സംഘടനാതത്വം അനുസരിച്ച് വോട്ടിംഗ് റൈറ്റ് വേണം എവിടെയെങ്കിലും ഒരിടത്ത്. അയാളുടെ ഘടകം ഏതാ? VSന് ഘടകം ഉണ്ടായിരുന്നില്ല. വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു ഘടകം ഉണ്ടായിരുന്നില്ല VSന് എത്രയോ കാലം. ഇപ്പോൾ ഇതാണ് പ്രശ്നം. കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ആളുകളെ ഡീൽ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. അതിനുശേഷം സുധാകരന് സ്ഥാനമോഹമാണോ ബാക്കിയൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഈ മനുഷ്യനെ പുറങ്കാലുകൊണ്ട് അടിച്ച് പുറത്താക്കുകയും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. അതിൽ ഒരു വലിയ തെറ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ട്. ഏത് പാർട്ടിയുടെ ആയാലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.